വിജയത്തിന്റെ മന്ത്രങ്ങളും ഓർമ്മശക്തിയുടെ തന്ത്രങ്ങളുമായി ഞാനെത്തുന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിലും ഈ പുതുവത്സര സന്ധ്യ. ഞാൻ ഒരു ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് സാറ്റർഡേ ഓൾറെഡി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയുടെ എക്സാം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ പോകുന്ന ആളുകളായിരിക്കും അല്ലെ? അങ്ങനെയുള്ള ആളുകളല്ലേ ലൈവിലുള്ളത്? അങ്ങനെയുള്ള ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, നമുക്ക് ഓൾറെഡി പുതിയ സിലബസ് പ്രകാരം ഫയർമാൻ റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്നുള്ള എക്സാമിനുള്ള പുതിയ സിലബസ് വന്നിരുന്നു. അപ്പൊ സിലബസിൽ ലാസ്റ്റ് ഒരു 20 മാർക്സ് നമുക്ക് എന്ത് വന്നിരുന്നു? 20 മാർക്സ് നമുക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ ഒരു ഏരിയ വന്നിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട്. അപ്പൊ ആ ഭാഗത്തെ കുറിച്ചാണ്, ആ ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവിലൂടെ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. ആ ഭാഗം പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾ എഴുതുന്ന ആളുകൾ, അപ്ലൈ ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും. ഇത് പെട്ടെന്ന് വന്നൊരു എക്സാം ആയിരുന്നു അല്ലെ? കൂടുതൽ സമയമൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കൂടുതൽ സമയം ഒന്നും പറയാൻ നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടായിരിക്കില്ല. കാരണം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 20 എങ്ങാണ്ടായിരുന്നു. സെപ്റ്റംബർ ഏകദേശം 3ാമത്തെ വീക്കിൽ, സെപ്റ്റംബർ 3rd വീക്ക് വരെ ആയിരുന്നു ഇതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സാം അപ്ലൈ ചെയ്യേണ്ടത്. സെപ്റ്റംബർ കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബർ, നവംബർ കഴിഞ്ഞു, ഡിസംബർ 25 ആകുമ്പോഴത്തേന് എന്ത് വന്നിട്ടുണ്ട്? നമുക്ക് എക്സാം വന്നിട്ടുണ്ട്. കൃത്യം 3 മാസം, അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ നെക്സ്റ്റ് വീക്കിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ള രീതിയിൽ വന്ന ഒരു എക്സാം, അർജന്റ് ആയിട്ട് വന്ന ഒരു എക്സാം ആണ്. അത്യാവശ്യം നല്ല കൗണ്ട് ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്ത ആളുകളെ. അറിയാമെന്നറിയില്ല, 1,31,000 അറൗണ്ട് കൗണ്ട് ഉണ്ടായിരുന്നു. കുറച്ചധികം കൂടുതൽ പോസ്റ്റിംഗ് നടക്കുന്ന ഒരു പോസ്റ്റും കൂടുതലധികം വേക്കൻസിയും ഉള്ളതാണ്. ഇപ്പൊ നിലവിൽ തന്നെ ആന്റിസിപ്പേറ്ററി വേക്കൻസീസ് എന്നാണ് ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എത്രയെന്നല്ല, പക്ഷെ ഇപ്പൊ PSന്റെ റിപ്പോർട്ട് ചെയ്ത സൈറ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബവ് 70+ അല്ലെ, 70+ വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എക്സാം എഴുതി നമുക്കറിയാം, റിസൾട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ആകുമ്പോഴത്തേന് എന്തായാലും 100+ മുകളിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാനും അഡ്വൈസ് കാര്യങ്ങൾ പോകുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ട്രെയിനർ ഓഫീസറിൽ നമുക്ക് 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് വന്ന പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ വിളിച്ചൊരു എക്സാം ആയിരുന്നു ഫയർമാൻ ഡ്രൈവർ. ആ ഡ്രൈവറിലും ഈ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നിട്ടുണ്ട്. ഓൾറെഡി 20 മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് പറയുന്നത് ഫയറിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുമാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഫയറും ഫസ്റ്റ് എയ്ഡും ആണ്. ഈ ഒരു സിലബസ് പ്രകാരം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫയറിൽ നിന്ന് ഒരു 9 മാർക്കിന്റെ ക്വസ്റ്റിനും അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡിൽ നിന്ന് ഒരു 9 മാർക്കിന്റെ ക്വസ്റ്റിനും, അങ്ങനെ ഒരു 18 മാർക്കും പ്ലസ് 2 മാർക്ക് IT അല്ലെ, IT-യുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് വരുന്നത്, 2 മാർക്ക് വരുന്നത്. അത് ഫയർമാൻ ഡ്രൈവറിലോട്ടാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി 10 മാർക്ക് ഫസ്റ്റ് എയ്ഡും 10 മാർക്ക് ഫയറുമായി ബന്ധപ്പെട്ടുള്ള വരും. അപ്പോൾ ഡ്രൈവറിന്റെ കോഴ്സ്, ഫയർമാനിലെ ഡ്രൈവറിന്റെ എക്സാം എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഈ ഭാഗം അവർക്ക് എന്ത് ചെയ്യും, ഉപകാരമായിരിക്കും, മറ്റുള്ള ആളുകൾക്കും ഉപകാരമായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് സ്ക്രീനിൽ കാണിക്കുകയാണ്. നിങ്ങൾ അറിയുന്ന ഉടനെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം ആൻസർ കമന്റ് ചെയ്യുക. നമുക്ക് അതിന്റെ ആൻസർ ശരിയാണോ എന്നുള്ളത് നോക്കിയിട്ട് പോവാം. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ കുറച്ചത് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഓൾറെഡി നിങ്ങളുടെ കമന്റും എനിക്ക് കിട്ടുന്നതുമായിട്ട് ചെറിയൊരു ഡിലേയും കൂടി ഉണ്ടായത് കൊണ്ട് അതിന്റെ ഒരു ലാഗ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യന് സ്ക്രീനിൽ വിസിബിൾ ആണ്. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. ഓപ്ഷൻ ബി, വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. ഓപ്ഷൻ സി, അത്യാഹിതം ഉണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക. ഓപ്ഷൻ ഡി, അത്യാഹിതം ഉണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യരുത്. ഈ ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കി ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ടൈപ്പ് ചെയ്യണം. 1, 2 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യണം. കാരണം നമുക്കറിയാം ചില ആളുകൾ ലൈവില് കുറച്ച് ഡിലേ ആയി കയറുന്ന ആളുകൾ, പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ ഐഡി കൂടെ ആൻസർ വരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ബുദ്ധിമുട്ടില്ലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ടൈപ്പ് ചെയ്യണം പറയുന്നത്. അപ്പൊ പെട്ടെന്ന് ആൻസർ ടൈപ്പ് ചെയ്തോളൂ. ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? ഞാൻ ഫയറും ഫസ്റ്റ് എയ്ഡും ആണ്. ഫസ്റ്റ് എയ്ഡിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്
ഫസ്റ്റ് ഒരു ഭാഗം വരുന്നുണ്ട് നമ്മുടെ സിലബസിൽ. ഫസ്റ്റ് എയ്ഡ് കൺസെപ്റ്റ് എന്നാണ് വരുന്നത്. കൺസെപ്റ്റ് ഇമ്പോർട്ടൻസ് അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, രണ്ടുപേരെ കമന്റ് ചെയ്തായിട്ട് കാണുന്നുള്ളൂ, പെട്ടെന്ന് കമന്റ് ചെയ്യണേ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ് അല്ലെ? വളരെ പതുക്കെയും ശ്രദ്ധയോടും കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ്, പതുക്കെ അല്ല, എത്രയും പെട്ടെന്ന് വേഗത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല, അപ്പൊ ഞാൻ 1, 2 എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1A എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത് കേട്ടോ. പെടാത്തത് എന്നാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന് ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പെടുന്ന പ്രസ്താവനയാണ്. അപ്പൊ ഒന്ന് എ അല്ല ആൻസർ. എ ആൻസർ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കുക, ബി ആണ് ആൻസർ വരുന്നത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ഥിരമായി മസ്തിഷ്കസ്ഥം തടയുന്നതിന് കാർഡിയോ പൾമനറി പുനർ ഉത്തേജനം നൽകേണ്ടത്. ഓപ്ഷൻ എ അത്യാഹിതം സംഭവിച്ച 2-3 മിനിറ്റിനുള്ളിൽ. ഓപ്ഷൻ ബി അത്യാഹിതം സംഭവിച്ച 4-5 മിനിറ്റിനുള്ളിൽ. ഓപ്ഷൻ സി അത്യാഹിതം സംഭവിച്ച 5 മുതൽ 6 മിനിറ്റിനുള്ളിൽ. ഓപ്ഷൻ ഡി അത്യാഹിതം സംഭവിച്ച 3 മുതൽ 4 മിനിറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ചോക്കിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ചോക്കിംഗ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ചോക്കിംഗ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിലബസിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ചോക്കിംഗ് എന്നാൽ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മൊത്തമായോ ഭാഗികമായോ അന്നനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സം. ഓപ്ഷൻ ബി പറയുന്നത് മൊത്തമായോ ഭാഗികമായോ ആമാശയത്തിൽ ഉണ്ടാകുന്ന തടസ്സം. ഓപ്ഷൻ സി പറയുന്നത് മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സം. ഓപ്ഷൻ ഡി പറയുന്നത് അന്നനാളത്തിൽ മൊത്തമായോ ഉണ്ടാകുന്ന തടസ്സം. അപ്പൊ ഇതിലെ ആൻസർ വരുന്നത് സി ആണ്. മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഷോക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ലൈവിൽ തന്നെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ക്വസ്റ്റ്യനുകളായിട്ട് അത് വരും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ഒറ്റ പോയിന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചോക്കിംഗ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്ത് നിന്ന് എങ്ങനെയാലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ് സാധ്യത ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്കിംഗ് എന്താണ് എന്നുള്ളത് അത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ചോക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിക്കാം. ഇതിൽ തൊട്ടടുത്ത സ്ലൈഡുകളിലായിട്ട് നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യനുകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി എന്ത് ചെയ്യരുത്? മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി എന്ത് ചെയ്യരുത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് മുറിവ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. ഓപ്ഷൻ ബി മുറിവ് തിളക്കുന്ന വെള്ളത്തിൽ കഴുകുക, തിളച്ച വെള്ളത്തിൽ കഴുകുക എന്നുള്ളത്. ഓപ്ഷൻ സി മുറിവ് അണുവിമുക്തമായ ബാൻഡേജ് കൊണ്ട് കെട്ടുക. ഓപ്ഷൻ ഡി ആവശ്യമില്ലാതെ മുറിവിൽ തൊടാതിരിക്കുക. അപ്പൊ എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആൻസേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക എന്ന് കാണുമ്പോൾ നമ്മൾ സാധാരണ പഠിക്കാറുള്ളതാണ്. മുഴുവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ശുദ്ധമായ വെള്ളത്തിൽ കഴുകണം എന്ന് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആൻസർ അങ്ങനെ മാർക്ക് ചെയ്യും. അപ്പൊ നമ്മള് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇതിൽ ആൻസർ വരുന്നത് കറക്റ്റ് വരുന്നത് ബി ആണ്. ബി കമന്റ് ചെയ്തിട്ടുണ്ട്, 4B ആണെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. മുറിവ് തിളക്കുന്ന വെള്ളത്തിൽ, അതായത് തിളച്ച വെള്ളത്തിൽ, ചൂടുള്ള വെള്ളം കൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മുറിവിനെ കഴുകരുത്. നല്ല ശുദ്ധമായ ജലം ഉപയോഗിച്ച് കഴുകുക. ദെൻ ബാൻഡേജ് കെട്ടുന്നതും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ശക്തമായ രക്തസ്രാവം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇതിൽ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട സിലബസിന്റെ കുറച്ച് പോയിന്റ്സ് ആക്കി വെച്ചതിൽ വൂൺസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ലെ. വൂൺസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നത്, വൂൺസിന്. അപ്പൊ വൂൺസില് മായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോ ഓപ്ഷൻ എ പറയുന്നത് മുറിവുണ്ടായ ഭാഗം ഹൃദയത്തിന്റെ നിരപ്പിൽ നിന്നും താഴ്ത്തി പിടിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക. ഓപ്ഷൻ സി പറയുന്നത് മുറിവ് തുറന്നു വെക്കുക. ഓപ്ഷൻ ഡി രക്തസ്രാവം ശ്രദ്ധിക്കാതിരിക്കുക.
ഏതാണ് ആൻസർ വരിക? നമുക്കറിയാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? വളരെ പ്രഷറിൽ നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാൻഡേജ് കെട്ടുകയാണ് അല്ലെ വേണ്ടത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക എന്നുള്ളതാണ് ആൻസർ. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ് എന്നാണ് ചോദിക്കുന്നുണ്ടോ? പൊള്ളലുണ്ടായ വ്യക്തിക്ക് എന്താണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്നുള്ളതിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതും നമ്മളുടെ സിലബസുമായി ബന്ധപ്പെട്ട് സിലബസിൽ അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, ബേൺസ് എന്ന് പറഞ്ഞിട്ട്. ബേൺസ് ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ പറയുന്നത് പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് ടൂത്ത് പേസ്റ്റ് പുരട്ടുക. ഓപ്ഷൻ സി പറയുന്നത് നെയ്യ് പുരട്ടുക. ഓപ്ഷൻ ഡി പറയുന്നത് പൊള്ളലുണ്ടായ സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണികൾ എടുത്തു മാറ്റുക. ഇപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യൂ. ഇത് ആറാമത്തെ ആൻസർ ആണ്, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്യൂ. ഓക്കെ, 6th എ പറയുന്നുണ്ട്, അതെ, പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കാൻ അനുവദിക്കുക അല്ലെ. മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയായ രീതിയല്ല. നമ്മൾ പെട്ടെന്ന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒന്ന് കാമാക്കുന്നതിന് വേണ്ടി റെസ്റ്റ് നൽകുന്ന വ്യക്തിയെ കിടക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ്, അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത്. അസ്ഥി ഒടിവിന്റെ ലക്ഷണമല്ലാത്തത്. അപ്പൊ നമ്മുടെ സിലബസിൽ നിന്ന് ഓരോരോ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അസ്ഥി ഒടിവ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇതിൽ ബന്ധപ്പെട്ട ഒരു ഫ്രാക്ചർ, ടൈപ്പ് ഓഫ് ഫ്രാക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെ തരം ഫ്രാക്ചേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പാർട്ടിൽ സിലബസിൽ ഉള്ളത്. അപ്പൊ അതില് ഓപ്ഷൻ എ പറയുന്നത് ഒടിവുള്ള ഭാഗത്ത് നീരുണ്ടായിരിക്കും. ഓപ്ഷൻ ബി പറയുന്നത് ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ഓപ്ഷൻ സി പറയുന്നത് ഒടിവുള്ള ഭാഗത്ത് വേദന ഉണ്ടായിരിക്കും. ഓപ്ഷൻ ഡി പറയുന്നത് ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. അപ്പോ 4 ഓപ്ഷൻസ് ഉണ്ട്. 7, അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത്. ആൻസർ വരുന്നത് 7D ആണ്. അഖില് കമല് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. 7D ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഒടിവുള്ള ഭാഗത്ത് തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും അല്ലെ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യന് സ്നേക്ക് ബിറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്നേക്ക് ബൈറ്റ് അറിയാം, നമ്മൾ സ്നേക്ക് ബൈറ്റും അതേപോലെ തന്നെ നമ്മുടെ സിലബസിൽ ഓരോരോ പാർട്ട് പറയുന്നതില്ല, ഓരോ ക്വസ്റ്റ്യൻസിന്റെ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്നേക്ക് ബൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണ്? പാമ്പ് കടിയേറ്റതിന്റെ ഒരു ലക്ഷണം. ഒരു ജോഡി ചെറിയ മുറിവ്, പനി, വിശപ്പ്, ദാഹം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാമ്പ് കടിയേറ്റാലുള്ള ലക്ഷണം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. കുറെ ആളുകൾക്ക് അറിയുന്ന ആൻസർ ആയിരിക്കും, സിമ്പിൾ ആൻസർ ആണ് അല്ലെ. ഏതാണ് വരിക? 8ന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഒരു ജോഡി ചെറിയ മുറിവ് അല്ലെ, ചെറിയൊരു മുറിവായിരിക്കും സ്നേക്ക് ബൈറ്റ് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? നമ്മളെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും നമ്മളെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഭാഗം വരുന്ന സമയത്ത് തന്നെ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലേ, കൺസെപ്റ്റ് അല്ലെ. കൺസെപ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഇമ്പോർട്ടൻസുമായി ഇമ്പോർട്ടൻസ് എന്താണ്, കൺസെപ്റ്റ് എന്താണ് എന്നുള്ളൊരു ഭാഗം ചോദിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് ജീവൻ രക്ഷിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് വേദന കുറക്കുക. ഓപ്ഷൻ സി പറയുന്നത് ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ഓപ്ഷൻ ഡി പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം. ഒമ്പത് ഡി പറയുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡിന്റെ ലക്ഷ്യം ഉണ്ടോ ചോദിക്കുന്നത്? ഡി ആണോ ആൻസർ? കറക്റ്റ് നോക്കാൻ പറ്റുമോ? ഒന്നുകൂടി ഒന്ന് വായിക്കാൻ പറ്റുമോ? ഫസ്റ്റ് എയ്ഡിന്റെ ലക്ഷ്യമാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് നിലകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമുക്ക് ആ ഡേഞ്ചറസ് കണ്ടീഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെ, ഗുരുതരാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഡേഞ്ചറസ് കണ്ടീഷൻ ഫസ്റ്റ് വരുന്ന ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ CPR ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ആ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഒരു വൂൺസ് ഉണ്ടായിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അവിടെ ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ടോ കാര്യങ്ങളോ അല്ലെ, നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കാര്യങ്ങൾ കെട്ടൊക്കെ ചെയ്യും. ബാൻഡേജ് ഒക്കെ വെച്ചിട്ട് കെട്ടും. അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഇതിന്റെ ഇത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പോവാം.
എത്രത്തോളം ഉള്ളിലോട്ട് ഉണ്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോ ജീവൻ രക്ഷിക്കുക, വേദന കുറക്കുക, അതൊക്കെ അതിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മളെ ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയർ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ സി ആണ്. അടുത്ത് രക്തസ്രാവം കുറക്കുന്നതിനുള്ള നടപടികൾ. വിശ്രമം, ഉയർത്തുക, രണ്ടും ശരി രണ്ടും തെറ്റ്. രക്തസ്രാവം കുറക്കുന്നതിനുള്ള നടപടികൾ. ലൈവിന്റെ ഇതില് കുറെ ആളുകളുടെ 7ന്റെയും 6ന്റെയും ഒക്കെ ആൻസർ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 6, 7, 8ന്റെ ഒക്കെ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രക്തസ്രാവം കുറക്കുന്നതിനുള്ള നടപടികൾ. എ വിശ്രമം, ബി ഉയർത്തുക, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 10. കമന്റ് ചെയ്യട്ടെ. അഖില് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ 10 സി എന്നുള്ളത്. കമൽ പറയുന്നുണ്ട് സി എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ ആണ്, രണ്ടും ശരിയാണ് അല്ലെ. നമ്മൾ ഉയർത്തി പിടിക്കും, അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നമ്മൾ PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു പുതുവർഷത്തിൽ 2024 ജനുവരി 1 വൈകിട്ട് 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് GS പ്രദീപ് സാറ്. പ്രദീപ് സാറിന്റെ ഒരു ലൈവ് വെബിനാർ ഷോ യൂട്യൂബിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതില് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രദീപ് സാറ് കുറെ ടിപ്സും കാര്യങ്ങളായിട്ട് പ്രദീപ് സാർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഈ ലൈവ് വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഫോം ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ 2024 ജനുവരി 1 വൈകുന്നേരം ആയിരിക്കും ഈ ഷോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാമുകളെല്ലാം തന്നെ, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അല്ലെ, ഇനി വരാൻ പോകുന്ന ഏത് എക്സാം ആണെങ്കിലും, നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും പ്രദീപ് സാറിന്റെ കുറെ ടിപ്സും കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാവുന്നില്ല കാര്യം 100% ഉറപ്പാണ്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ഫോമിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സീറ്റ് ഉടനെ തന്നെ ഉറപ്പിക്കുക. അടുത്തെന്ന് പറയുന്ന അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ശ്വാസ തടസ്സത്തിന്റെ കാരണമല്ലാത്തത് ഏത്? ശ്വാസ തടസ്സത്തിന്റെ കാരണമല്ലാത്തത് ഏത്? വൈദ്യാഘാതം, രക്തം ഛർദ്ദിക്കുക, ശ്വാസനാളത്തിലെ തടസ്സം, വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു പോകുക. ശ്വാസ തടസ്സത്തിന്റെ കാരണമല്ലാത്തത് ഏത്? 11ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കമന്റ് ചെയ്യണേ. എന്റെ ആൻസർ വരുന്നത് ബി ആണ്, രക്തം ഛർദ്ദിക്കുക അല്ലെ. 11 ബി ആണ് ആൻസർ. കമന്റ് ചെയ്തിട്ടുണ്ട് രക്തം ഛർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഷോക്കിന്റെ രോഗലക്ഷണം അല്ലാത്തത് ഏത്? 12ാമത്തെ ക്വസ്റ്റ്യൻ. അമിത നാഡീസ്പന്ദനം, ഓപ്ഷൻ ബി അപസ്മാരം, ഓപ്ഷൻ സി മുഖത്തുള്ള വിളർച്ച, ഓപ്ഷൻ ഡി ശ്വാസം മുട്ടൽ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12 ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ചെയ്യണേ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 12 ഓപ്ഷൻ സി ആണ് വരുന്നത്, മുഖത്തുള്ള വിളർച്ച. ഷോക്കിന്റെ രോഗലക്ഷണമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ സ്നേക്ക് ബൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ സ്നേക്ക് ബൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അണലി വിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു? രക്തക്കുഴലുകളെ, ഞരമ്പുകളെ, ശ്വാസകോശത്തെ, കുടലുകളെ. അണലി വിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ.
ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ആൻസർ തന്നെ ആയിരിക്കും അല്ലെ. രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത്. ആൻസർ വരുന്നത് എ ആണ് കേട്ടോ. ആൻസർ വരുന്നത് എ ആണ്. തെറ്റുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മനസ്സിലാക്കി വെക്കുക, കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് അടുത്തത്, പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ എന്താണ്? ഓടുക, ചാടുക, നിലത്തുരുളുക, കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് പുതക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പൊള്ളലിന്റെ ഫസ്റ്റ് എയ്ഡ്. നമുക്ക് പൊള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓടുക, ചാടുക, നിലത്തുരുളുക, കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് പുതക്കുക. ശരീരത്തിലൊക്കെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. 14 സി കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ കമന്റ് ചെയ്തോളൂ. ആൻസർ വരുന്നത് നമുക്കറിയാം, വാരിയല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക അല്ലെ. ആൻസർ വരുന്നത് വാരിയല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക. നെക്സ്റ്റ് അടുത്തത്, ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെഞ്ചിന്റെ വലതുവശത്തുള്ള വേദന, ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴുള്ള വേദന, നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പകരുന്ന വേദന, നെഞ്ചിൽ തൊടുമ്പോഴുള്ള വേദന. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16 കറക്റ്റ് ആൻസർ ആണ്. 16 സി കമന്റ് ചെയ്യുന്നുണ്ട്. 16 കറക്റ്റ് ആൻസർ ആണ്. നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പകരുന്ന വേദന. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രഥമ ശുശ്രൂഷകന് ആവശ്യമില്ലാത്ത യോഗ്യത ഏത്? ഓപ്ഷൻ എ നിരീക്ഷണ പാടവം, ഓപ്ഷൻ ബി വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ സി ആവേശഭരിതനായിരിക്കണം, ഓപ്ഷൻ ഡി രോഗിയെ സമാധാനിപ്പിക്കാനുള്ള കഴിവ്. ആവശ്യമില്ലാത്ത യോഗ്യത 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സി ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ആണ്. ആവേശഭരിതനായിരിക്കണം അല്ലെ. ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശ്വസന നിരക്ക്. പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശ്വസന നിരക്ക് 14 മുതൽ 21 വരെ, 14 മുതൽ 21 വരെ, 20 മുതൽ 35, 24 മുതൽ 36. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവട്ടോ. നിങ്ങൾ ഇപ്പം വെറും സിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ABC ഒക്കെ വരുന്നുണ്ട്. പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശ്വസന നിരക്ക് എ ആണ് കമന്റ് വരുന്നത്. കറക്റ്റ് ആൻസർ 16 മുതൽ 21 വരെ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ദെൻ 19ാമത്തത്, വായിൽ പൊള്ളലേൽക്കുന്നത് എപ്പോൾ? വായിൽ പൊള്ളലേൽക്കുന്നത് എപ്പോൾ? 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിഷം കഴിക്കുമ്പോൾ, തൂങ്ങി മരിക്കുമ്പോൾ, മുങ്ങി മരിക്കുമ്പോൾ, പെപ്റ്റിക് അൾസർ. ഏത് സമയത്താണ് വായിൽ പൊള്ളലേൽക്കുന്നത്? 19ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വിഷം കഴിക്കുമ്പോഴാണ്. 19 എ ആണ് കറക്റ്റ് ആണ്. കറക്റ്റ് 19 എ തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 19 എ വിഷം കഴിക്കുമ്പോഴാണ് വായിൽ പൊള്ളലേൽക്കുന്നത്. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ, അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത്. അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത്. ഒടിവുള്ള ഭാഗത്ത് നീരുണ്ടായിരിക്കും, ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസം, ഒടിവുള്ള ഭാഗത്ത് വേദന, ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ മുറിവുണ്ടാകുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒടിവുള്ള ഭാഗത്ത് നീരുണ്ടായിരിക്കും, ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസം, ഒടിവുള്ള ഭാഗത്ത് വേദന, ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ മുറിവുണ്ടാകും. ആൻസർ വരുന്നത് ഡി ആണ്. 20 ഡി ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ
മുറിവുണ്ടാവുന്നു. LGS യൂണിവേഴ്സിറ്റി LGSന്റെ ഓൾറെഡി ഇല്ല പ്രിലിംസിന്റെ റിസൾട്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ? ഇന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രിലിംസ് ക്ലിയർ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് LGS യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് മെയിൻസിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ ഓൾറെഡി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. PDF ആയിട്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റുകളുടെ നോട്ട്സ് കിട്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുവരെ ബാച്ചിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്തിട്ട് പഠനം ആരംഭിക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 21ാമത്തെ ക്വസ്റ്റ്യന്, LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയാൻ ചേർക്കുന്ന രാസവസ്തു. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയാൻ ചേർക്കുന്ന രാസവസ്തു: മീഥേൻ ഓക്സൈഡ്, ബ്യൂട്ടീന്, പ്രൊപ്പൈന്, ഈഥൈൽ മെർകാപ്റ്റർ. ആൻസർ ഡി ആണ് അല്ലെ? 21 ആൻസർ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് പെട്ടെന്ന് പോവാണ്, നമുക്ക് സമയം ലിമിറ്റഡ് ആയതുകൊണ്ട്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര? അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര? 95%, 19%, 50%, 21%. 22ാമത്തെ ക്വസ്റ്റ്യൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കറിയാം, ഡി ആണ് ആൻസർ. അതായത് 21% ആണ് അല്ലെ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അന്തരീക്ഷ വായു നൈട്രജന്റെ അളവ് എത്രയാണ് എന്നുള്ള കാര്യമൊക്കെ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എന്തായാലും മേ ബി അടുത്ത തവണ നമുക്ക് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇതിന് അടുത്തത്, ചൂടുള്ള ദ്രാവകം കൊണ്ടോ നീരാവി കൊണ്ടോ ഉണ്ടാകുന്ന പൊള്ളലുകളാണ്. സ്കോൾഡ്, ഫ്രിക്ഷൻ, സിവിയർ, ഇവയൊന്നുമല്ല. ചൂടുള്ള ദ്രാവകം കൊണ്ടോ നീരാവി കൊണ്ടോ ഉണ്ടാകുന്ന പൊള്ളലുകളാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ സ്കോൾഡ് ആണ് അല്ലെ? എ ആണ് ആൻസർ വരിക. 23ാമത്തെ ആൻസർ വരിക എ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഏത് അപകടത്തിലാണ് ഡ്രോപ്പ് കവർ ഹോൾഡ് ഓൺ എന്ന സ്വയം സുരക്ഷാ നടപടി കൈക്കൊള്ളുന്നത്? ഏത് അപകടത്തിലാണ് ഡ്രോപ്പ് കവർ ഹോൾഡ് ഓൺ എന്ന സ്വയം സുരക്ഷാ നടപടി കൈക്കൊള്ളുന്നത്? ഭൂകമ്പം, വെള്ളപ്പൊക്കം, തീപിടുത്തം, റോഡ് അപകടം. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഏതായിരിക്കും ആൻസർ? കമന്റ് ചെയ്യും. 24 കമന്റ് ചെയ്യും. അറിയുന്ന കാര്യമല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോപ്പ് കവർ ഹോൾഡ് ഓൺ. എ ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. എ കമന്റ് ചെയ്തിട്ടുണ്ട്, സി കമന്റ് ചെയ്തിട്ട്, ബി കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ ആണ് കറക്റ്റ് ആൻസർ. ഭൂകമ്പമാണ് കേട്ടോ. ആൻസർ എ ആണ്, ഭൂകമ്പമാണ്. ദെൻ അടുത്തത്, വൈദ്യുതാഘാതത്തിന് ഇരയായ വ്യക്തിയെ നീക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് വസ്തു ഉപയോഗിക്കാം? കാർഡ്ബോർഡ്, ഉണങ്ങിയ മരത്തണ്ട്, പ്ലാസ്റ്റിക്, ഇവയെല്ലാം. വൈദ്യുതാഘാതത്തിനിരയായ വ്യക്തിയെ നീക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് വസ്തു ഉപയോഗിക്കാം? ഒരാൾക്ക് ഷോക്കേറ്റ് നിൽക്കുകയാണ്, ആ സമയത്ത് നമ്മൾ അയാളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഉപയോഗിക്കാന്ന് നമുക്കറിയാം. കറണ്ട് കടത്തിവിടാത്ത എന്ത് ഉപകരണം ഉപയോഗിക്കാം? അപ്പൊ ഇതില് കാർഡ്ബോർഡും ഉണങ്ങിയ മരത്തണ്ടും പ്ലാസ്റ്റിക്കും എല്ലാം തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് ആൻസർ വരുന്നത് ഡി ആണ്. എന്താണ്? ഇവയെല്ലാം ആൻസർ ആണ് അല്ലെ? 25 ഡി ആണ് ആൻസർ വരുന്നത്. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ബന്ധപ്പെടാനുള്ള ഏകീകൃത ടെലിഫോൺ നമ്പർ. ഇന്ത്യയിലെ എമർജൻസി റെസ്പോൺസ് സിസ്റ്റത്തിലെ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എ 112, ബി 1090, സി 111, ഡി 101. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എമർജൻസി റെസ്പോൺസ് നമ്പർ എന്ന് പറയുന്നത് 112 ആണ് അല്ലെ? ഇതിന് അടുത്തത്, ഇനി നമുക്ക് കുറച്ച് IT റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് നോക്കാം കേട്ടോ. IT കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 112 ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, 101 അല്ല, 112 ആണ്.
ഏകീകൃത നമ്പർ 112 ആണ്. മറ്റേത് സിംഗിൾ പോലീസിന് വേറെ ഫയറിന് വേറെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതാണ് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ കറക്റ്റ് ആൻസർ നോക്കിയിട്ട് ചെയ്യണേ. ദെൻ അടുത്തത്, മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം IT ആക്ടിലെ സെക്ഷൻ 66B പ്രകാരം കുറ്റകൃത്യമാണ്. ഇതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. IT ആക്ടിലെ സെക്ഷൻ 66B പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 1 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഓപ്ഷൻ ബി പറയുന്നത് 2 വർഷം തടവോ 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. 3 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഓപ്ഷൻ ഡി പറയുന്നത് 1 വർഷം തടവോ 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. നമുക്കറിയാം സി ആണ് ആൻസർ. 3 വർഷം തടവോ 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ ആണ് വരുന്നത് അല്ലെ. 27ാമത്തെ ക്വസ്റ്റ്യൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ, IT ആക്ടിലെ സെക്ഷൻ 67B പ്രകാരം കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. വീണ്ടും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അല്ലെ, 67B പ്രകാരം കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ. അപ്പൊ 28ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 7 വർഷം തടവും 10 ലക്ഷം രൂപ വരെ പിഴയും അല്ലെ. വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ് ലഭിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 3 വർഷം വരെ തടവ് ശിക്ഷയുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? ഇപ്പൊ നമ്മൾ IT ആക്ടിലെ വകുപ്പ് നേരെ ഇങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കുറ്റം ശിക്ഷ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 72, ഓപ്ഷൻ ബി സെക്ഷൻ 77B, ഓപ്ഷൻ സി സെക്ഷൻ 73, ഓപ്ഷൻ ഡി സെക്ഷൻ 78A. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 77B ആണ് അല്ലെ. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് 2000 പ്രതിപാദിച്ചിട്ടുള്ള പരമാവധി ശിക്ഷ. IT ആക്ട് 2000 പ്രതിപാദിച്ചിട്ടുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ എ വധശിക്ഷ, ഓപ്ഷൻ ബി ജീവപര്യന്തം, ഓപ്ഷൻ സി 7 വർഷം തടവ്, ഓപ്ഷൻ ഡി 10 വർഷം തടവ്. ആൻസർ വരുന്നത് അല്ലെ, 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജീവപര്യന്തം ആണ് മാക്സിമം പരമാവധി വിധിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്ത ശിക്ഷയാണ്. അപ്പൊ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് 2000 സെക്ഷൻ 66C പ്രതിപാദിക്കുന്ന വിഷയം ഏത്? 66C പ്രതിപാദിക്കുന്ന വിഷയം പോണോഗ്രഫി, സ്വകാര്യതാ ലംഘനം, സൈബർ ടൈറ്റിസം, വ്യക്തിവിവര മോഷണം. 66C. ആൻസർ വരുന്നത് ഡി ആണ്, വ്യക്തിവിവര മോഷണം അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. 2024 ജനുവരി 1-ാം തീയതി അല്ലെ, 2024 ജനുവരി 1-ാം തീയതി പുതുവത്സര ദിനത്തിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നൽകുന്ന ഒരു സമ്മാനമാണ്, ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ്. വൈകുന്നേരം 7 മണിക്ക് GS പ്രദീപ് സാറുടെ ഒരു ഷോ ഉണ്ട്. ആ ഷോക്ക് എന്ത് ചെയ്യുക, എല്ലാവരും പങ്കെടുക്കുക. ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം ഓൾറെഡി ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. അപ്പൊ മറ്റന്നാളെ ഇത് കഴിഞ്ഞ് ഈ വരുന്ന ശനിയാഴ്ച ഫയർമാന്റെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.